ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ന്യൂസിലൻഡിൽ എങ്ങനെ സ്റ്റുഡൻ്റായിട്ട് എത്താം എന്നതിനെ പറ്റിയാണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ന്യൂസിലൻഡിൽ ഒരു സ്റ്റുഡൻ്റ് ആണെന്നും അതുപോലെ 2 months ആയിട്ടുള്ളൂ ഞാനിവിടെ എത്തിയിട്ടെന്നും. സോ ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസസും അതുപോലെ ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു അതുപോലെ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ന്യൂസിലൻഡിലോട്ട് സ്റ്റുഡൻ്റായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂസിലൻഡിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 8 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതുകൂടാതെ 16 പോളിടെക്നിക്സും ഉണ്ട്. എന്താണ് യൂണിവേഴ്സിറ്റിയും അതുപോലെ പോളിടെക്നിക്സും തമ്മിലുള്ള ഡിഫറൻസ്? എനിക്ക് പ്രധാനമായിട്ടും ഡിഫറൻസ് തോന്നിയത് അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് കേട്ടോ. ഇപ്പം യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ കുറച്ചുകൂടി അക്കാദമിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി ഫോക്കസ്ഡ് ആയിരിക്കും. അതേസമയം പോളിടെക്നിക്സ് ആകുമ്പോൾ കുറച്ചുകൂടി സ്കിൽ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സൊക്കെ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് പോളിടെക്നിക്സും അതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസുമാണ്. എന്ന് കരുതി പോളിടെക്നിക്സിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നല്ല, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ കൂടുതലും നോക്കുന്നത് സ്കിൽ ഫോക്കസ്ഡ് കോഴ്സുകളായിരിക്കും. അതുപോലെ ഹെൽത്ത് അസിസ്റ്റൻറ്റ് കോഴ്സുകൾ, മറ്റ് സ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പോളിടെക്നിക്സ് ആണ്. പിന്നെ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും യൂണിവേഴ്സിറ്റീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോളിടെക്നിക്സിൽ ഫീസ് കുറവുണ്ട്. അതുപോലെ കോഴ്സിൻ്റെ ഡ്യൂറേഷനും കുറവായിരിക്കും. സോ ഇതാണ് എനിക്ക് പ്രധാനമായിട്ടും തോന്നിയ ഡിഫറൻസസ്. അപ്പോൾ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റീസിൻ്റെയും പോളിടെക്നിക്സിൻ്റെയൊക്കെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷൻ പ്രിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓക്ലൻഡിൽ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിൽക്കണം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ട്. അതുപോലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നോർത്താണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ, സൗത്തിനേക്കാളും എനിക്ക് താല്പര്യം നോർത്തിൽ നിൽക്കാനാണ് അല്ലെങ്കിൽ സൗത്തിൽ നിൽക്കാനാണ്. ഇങ്ങനെ നിങ്ങൾക്കിടെ എന്തെങ്കിലും പ്രിഫറൻസസ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ കോഴ്സസ് കാണാൻ പറ്റും. ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്കോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതിൽ കയറി നിങ്ങൾ നോക്കുക എൻ്റെ ഇൻട്രസ്റ്റിന് പറ്റിയ കോഴ്സ് ഇതിലുണ്ടോ. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞൊരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾക്ക് കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അക്കാദമിക് ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ആ ടൈമിൽ നിങ്ങൾക്കിടെ ഇൻട്രസ്റ്റ് ഏതാണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് നോക്കുക. അതിന് പറ്റിയൊരു കോഴ്സ് ഈ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ കോഴ്സ് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബുക്കിൽ നോട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഏതൊക്കെ കോഴ്സസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതെല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം യൂണിവേഴ്സിറ്റിയുടെ നെയിമും ലിസ്റ്റ് ചെയ്യുക, ലൊക്കേഷനും പിന്നെ കോഴ്സ് ഫീയും അവിടെ നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു കോഴ്സിന് മാത്രം അപ്ലൈ ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് അത് റിജക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ആയിട്ട് 1-2 കോഴ്സ് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പം നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്ഷൻ ആണ് വന്നത്. സോ നിങ്ങൾ പിന്നെയും കോഴ്സ് എല്ലാം തപ്പി കണ്ടുപിടിച്ച് പിന്നെയും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ ടൈം പോകും. ഇപ്പോൾ ഫെബ്രുവരി ഇൻടേക്ക്, ജൂലൈ, അങ്ങനെ ഓരോ ഇൻടേക്ക് പീരീഡ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് അതിന് പോകാൻ പറ്റാതെ ചിലപ്പോൾ നെക്സ്റ്റ് ഇൻടേക്കിലോട്ട് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. സോ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ബാക്കപ്പ് ആയിട്ട് വേറെയും കോഴ്സസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ വൺസ് നിങ്ങൾ കോഴ്സ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കോസ്റ്റ് കമ്പാരിസൺ. അതായത് ഇപ്പോൾ ഒരു പോളിടെക്നിക്കും അതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയും സെയിം കോഴ്സ് ഓഫർ ചെയ്യണം. ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും പോളിടെക്നിക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഫീസ് കുറച്ചുകൂടി കുറവ് പോളിടെക്നിക്സിലാണ്. പറയുവാണെങ്കിൽ കോഴ്സ് നിങ്ങൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ കോഴ്സിനനുസരിച്ചും അതുപോലെ യൂണിവേഴ്സിറ്റി പോളിടെക്നിക്സിനനുസരിച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് കേട്ടോ. സോ പ്രധാനമായിട്ടും നമ്മൾ അക്കാദമിക് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടെസ്റ്റിൻ്റെ റിസൾട്ട്, അതിപ്പോൾ IELTS ആയിക്കോട്ടെ, PT ആയിക്കോട്ടെ, TOEFL ആയിക്കോട്ടെ, സോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അക്കാദമിക് ഡോക്യുമെൻറ്റ്സിൽ പ്രധാനമായിട്ട് വരുന്നത് ഇപ്പോൾ +2 കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ 10th-ലെയും +2-ലെയും മാർക്ക് ലിസ്റ്റ് ആയിരിക്കും കേട്ടോ പ്രധാനമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ UG കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സ്, അതിൽ തന്നെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ്, ഇൻഡിവിജ്വൽ, അതായത് ഓരോ സെമസ്റ്റർ വൈസ് മാർക്ക് ലിസ്റ്റ്,
ട്രാൻസ്ക്രിപ്റ്റ്, ഇത്രയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ട്രാൻസ്ക്രിപ്റ്റും പിന്നെ സെമസ്റ്റർ വൈസ് മാർക്ക് ലിസ്റ്റും ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കേട്ടോ കളക്ട് ചെയ്തത്. കാരണം നമ്മൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കോളേജിൽ നിന്ന് കിട്ടുന്നത് കൺസോൾഡേറ്റഡും ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുമാണ്. അല്ല, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടുന്നില്ല, അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മേടിക്കുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ നാട്ടിൽ എൻ്റെ MG യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് മാർക്ക് ലിസ്റ്റും ട്രാൻസ്ക്രിപ്റ്റും കിട്ടിയത്. സോ എൻ്റെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ ഡിഗ്രിയും PG യും കംപ്ലീറ്റ് ചെയ്ത ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കോഴ്സിൻ്റെയും ട്രാൻസ്ക്രിപ്റ്റും മാർക്ക് ലിസ്റ്റും എനിക്ക് മേടിക്കണമായിരുന്നു. സോ പിന്നെ അതുപോലെ വേണ്ട മറ്റൊരു ഡോക്യുമെൻ്റ് ആണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, ഷോർട്ട് ഫോമായിട്ട് LOR എന്നൊക്കെ പറയും. അതുപോലെ റെഫറൻസ്, റെഫറി റിപ്പോർട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കേസിൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തുനിന്നും അതുപോലെ ഞാൻ പഠിച്ച സ്ഥലത്തുനിന്നും 2 ലെറ്ററാണ്. അതായത് ഈ ഒരു വ്യക്തി എനിക്കറിയാം, ഇത്ര നാളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തെടുത്താണെങ്കിൽ ഇന്ന പൊസിഷനിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നതൊക്കെയായിരുന്നു ആളുടെ ഡ്യൂട്ടി. സോ ആളിങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ജസ്റ്റ് എൻ്റെ കേസിൽ ഞാൻ തന്നെ ലെറ്റർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. സോ നമ്മുടെ റെഫറൻസ് സൈൻ ചെയ്ത് തരുമായിരുന്നു അവർ വെരിഫൈ ചെയ്തിട്ട്. അതുപോലെ നമ്മുടെ പഠിച്ച കോളേജിൽ നിന്ന് HODയുടെ ആയാലും ഇതുപോലെ ഒരു ലെറ്റർ വേണം. സോ ഇതാണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. പിന്നീട് വേണ്ടത് SOP ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. ഇപ്പം നിങ്ങൾക്ക് SOP പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിട്ടാണ് ചില ആളുകളൊക്കെ കാണുന്നത്. ചില ആളുകളെല്ലാം ഞാനും അങ്ങനെ തന്നെ കണ്ടുകൊണ്ടത്. SOP എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്, നമ്മളെ കൊണ്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സോ SOP എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. അതായത് അതിൽ പ്രധാനമായിട്ടും ഞാൻ ആരാണെന്നും എൻ്റെ ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എന്തിനീ കോഴ്സ് എടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഈ കോഴ്സ് എടുത്തിട്ടുള്ള എൻ്റെ ഫ്യൂച്ചർ ആസ്പിറേഷൻസ് എന്തൊക്കെയാണ്, 5 വർഷം കഴിയുമ്പോൾ ഞാൻ എന്നെ എവിടെ കാണുന്നു, ഏത് പൊസിഷനിലായിരിക്കും ഞാൻ, അല്ലെങ്കിൽ ഞാൻ എങ്ങനത്തെ ഒരു ലൈഫായിരിക്കും ലീഡ് ചെയ്യുന്നത്, എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു സ്ക്രിപ്റ്റായിട്ട് എഴുതുന്നതാണ് SOP എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഏജൻസി ത്രൂ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏജൻസി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും SOP പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ ഇന്നത്തെ കാലത്ത് ChatGPT അതുപോലെ തന്നെ കുറേ AI ആപ്പൊക്കെ ഉണ്ട്. സോ ഐഡിയാസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കാണും. ഇപ്പം സോ നമുക്കെല്ലാവർക്കും നമ്മുടെ എബൌട്ട് അവർ സെൽഫ് എഴുതാനും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എഴുതാനൊക്കെ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റി എഴുതാനൊക്കെ നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് കുറച്ചുകൂടി റിഫൈൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു ആപ്പുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഫുള്ളായിട്ട് അതിൽ റിലേ ചെയ്യരുത്, പക്ഷെ നമുക്ക് അതിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി പ്രിപ്പയർ ചെയ്യാം. സോ SOP. പിന്നെ പ്ലജേറിസം ചെക്ക് ചെയ്യാനൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആപ്സ് ഉണ്ട് കേട്ടോ. സോ 100% നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഈ ഒരു ആപ്പിൻ്റെയൊക്കെ സഹായത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുന്നത് കുഴപ്പമില്ലായിരിക്കും. പിന്നെ വരുന്ന ഒന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. സോ മിക്ക യൂണിവേഴ്സിറ്റീസിലും ഞാൻ കണ്ടത്, അല്ലെങ്കിൽ പോളിടെക്നിക്സ് ആയിക്കോട്ടെ ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ 6.5 ആണ് IELTSൻ്റെ ഒക്കെ സ്കോർ വരുന്നത്. നമുക്ക് ഓവറോൾ 6.5 ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻഡിവിജ്വൽ 6-ന് താഴെ പോകാൻ പാടില്ല. സോ അതാണ് ഇവിടുത്തെ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. അത് അത്ര വലിയൊരു ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്യണം, ഇപ്പം നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ സ്കിൽസ് എത്രത്തോളം ഉണ്ട്, എനിക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ലാംഗ്വേജ് സ്കിൽസിലെന്ന് നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്താം. അതിനുശേഷം വേണം നമ്മൾ ഒരു ട്രെയിനിങ്ങിന് പോകണമെന്ന കാര്യമൊക്കെ ഡിസൈഡ് ചെയ്യാൻ. എൻ്റെ കേസിലെന്ന് പറയുമ്പോൾ ഞാൻ വരുന്ന ഏജൻസി തന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു 3 weeks 1 month കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി 1 month എന്ന് പറഞ്ഞാൽ പോലും ഫുൾ ഡേയ്സ് ഇല്ല, വീക്ക്ലി ട്വൈസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. സോ ഞാൻ ആ ഒരു കോഴ്സാണ് അറ്റൻഡ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് ഫുള്ള് ഹോംവർക്കായിരുന്നു. ഇപ്പം ഞാൻ IELTS ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. സോ IELTSൽ തന്നെ പ്രധാനമായിട്ടും റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് 4 പാർട്ടാണ് വരുന്നത്. ഇതിൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം തന്നെ ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സാം റൈറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ കോഴ്സ് ഇപ്പോൾ നിങ്ങൾ 3 months കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ 1 week ആണെങ്കിലും അല്ലെങ്കിൽ 2 week ആണെങ്കിൽ പോലും ആ ഒരു എക്സാം റൈറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ എത്രത്തോളം ടൈമുണ്ട്, ഏതൊക്കെ പാർട്ടുകളാണ്, ഏതാണ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയറൈസ് ആവാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കിട്ടും, ബുക്ക്ലെറ്റ്സ് നമുക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. ആദ്യത്തെ സെഷൻസ് ഫുള്ള് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസേജ് തരും, അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ 45 minutes ആണെന്ന് തോന്നുന്നത് എക്സാം ടൈം, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. സോ ആ 45 minutes നമ്മൾ 3 ടെസ്റ്റാണ് റീഡിങ്ങിന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആ 3 നമ്മൾ റീഡ് ചെയ്തിട്ട് ആ 3ൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ബുക്ക്ലെറ്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ ടൈമർ വെക്കുക. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ്
ആൻസേഴ്സ് ഉണ്ടാവും ആ ബുക്ക്ലെറ്റ്സിൻ്റെ അവസാനം. സോ ആ ആൻസേഴ്സ് പോയിട്ട് കറക്റ്റ് ആണോ നോക്കുക, അങ്ങനെ സ്കോർ ഇട്ട് പോവുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, എത്ര ബാൻഡ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് 4ൻ്റെ ഈ റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, ഈ 4 ആവറേജ് ആണ് നമ്മുടെ ഓവറോൾ ബാൻഡ് വരുന്നത്. സോ അപ്പം റീഡിങ്ങിന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ലിസണിങ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പ്രധാനമായിട്ടൊക്കെ ഞാൻ ചാനലിൻ്റെ നെയിം ഓർക്കുന്നില്ല, നിങ്ങൾ IELTS ലിസണിങ് ടെസ്റ്റ് എന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഒരുപാട് ചാനൽസും വീഡിയോസൊക്കെ വരും. ഇപ്പോൾ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ചാനൽസ് പോലും ഉണ്ട്. അതിപ്പോൾ തന്നെ ബ്രിട്ടീഷ് ആക്സെൻറ്റ്, അമേരിക്കൻ ആക്സെൻറ്റിലൊക്കെ നമുക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം ലാസ്റ്റ് ആൻസർ വരും. എന്നിട്ട് ആൻസറുമായിട്ട് നമ്മുടെ ആൻസറിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ മാർക്ക് ഇടുക. സോ IELTS എക്സാം 2 ടൈപ്പാണ് കേട്ടോ ഉള്ളത്. ഒന്ന് അക്കാദമിക്സും ഒന്ന് ജനറലും. സോ സ്റ്റുഡൻസായിട്ട് വരുന്ന നമ്മൾ എന്തായാലും അക്കാദമിക്കാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അതിലൊരു പാറ്റേൺ, റൈറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ പറയുവാണെങ്കിൽ റൈറ്റിങ്ങിന് കൂടുതലും ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ട് ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിലപ്പോൾ എലാബറേറ്റ് ചെയ്ത് എഴുതാനൊക്കെ ആയിരിക്കും. സോ നമുക്ക് ഏതർ അതിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാം. എന്ത് ചെയ്താലും അവിടെ പ്രശ്നമില്ല. ഞാനിപ്പോൾ ഒരു കോൺട്രാഡിക്ടറി ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളത് എങ്ങനെ അവിടെ സ്റ്റേറ്റ് ചെയ്യും, നമ്മൾ എങ്ങനെ അത് റൈറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. എങ്ങനെ കൺവേ ചെയ്യുന്നു, എത്രത്തോളം കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് ഞാനത് എഴുതുന്നത്, എത്രത്തോളം കണക്ഷൻസ് ഉണ്ട്, അതായത് സെൻറ്റൻസസിൻ്റെ ഇടയിലും പാരഗ്രാഫ്സിൻ്റെ ഇടയിലൊക്കെ എത്രത്തോളം കണക്ഷൻ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നോക്കുന്നത്. സോ റൈറ്റിങ്ങിന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്താണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആയിരുന്നു. എന്നിട്ട് പോലും ഞാൻ ലാപ്ടോപ്പിലാണ് ടൈപ്പ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. സോ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ നോക്കുക. പിന്നെ ലാസ്റ്റത്തെയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളോട് തന്നെയാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ സംസാരിക്കുക, കൂടുതൽ വൊക്കാബുലറീസ് പഠിക്കുക, കോൺഫിഡൻസ്. സ്പീക്കിങ്ങിൽ പ്രധാനമായിട്ടുള്ളത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എത്ര ബ്ലണ്ടറാണ് പറയുന്നെങ്കിൽ പോലും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, അവിടെ റിസൾട്ട് ഉണ്ടായിരിക്കും. സോ ഇതാണ് കേട്ടോ എൻ്റെ IELTSനെ പറ്റി എനിക്ക് പറയാനുള്ളൊരു എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ ഇത്രയും നേരം വേണ്ട ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ചെയ്യുക എന്നുള്ളത് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി SOP, അതുപോലെ അക്കാദമിക് ഡോക്യുമെൻറ്റ്സ്, ലെറ്റർ ഓഫ് റെഫറൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എല്ലാം വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാന്ന് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു IELTSൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ PTയുടെ റിസൾട്ടോ ഇല്ലാതെ അപ്ലൈ ചെയ്യാം. ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. യാതൊരു കണ്ടീഷൻസും ഇല്ലാത്ത ഓഫർ ലെറ്റർ. അതേസമയം നിങ്ങൾ IELTSൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ PTയുടെ റിസൾട്ടോ ഇല്ലാതെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. അതായത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IELTSൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ PTയുടെ ഒക്കെ റിസൾട്ട് കൂടി സബ്മിറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കണ്ടീഷണൽ ലെറ്റർ മാറിയിട്ട് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുള്ളൂ. സോ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും, ഇല്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് കിട്ടുന്നത്. സോ അപ്പോൾ നമ്മൾ ഇതോടുകൂടി കോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓഫർ ലെറ്റർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഫണ്ടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എത്ര ഫീസ് അടയ്ക്കണം. ഇപ്പോൾ 1.5 ഇയർ കോഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അവർ പറയും 1 ഇയറിൽ ഫീസ് അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ എത്രത്തോളം ഫണ്ട് റെഡിയാക്കണം, ലോണിന് അപ്ലൈ ചെയ്യണം, ലോണിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓഫർ ലെറ്റർ വേണം. സോ അക്കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരുന്നത്. സോ അതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. ബിക്കോസ് ലെങ്തി ആയി പോകും. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലപോലെ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇത് കഴിഞ്ഞുള്ള പ്രോസസ്സ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, കോഴ്സ് സെലക്ട് ചെയ്യുക, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും. സോ അതുപോലെ പോളിടെക്നിക്സിൻ്റെയും കിട്ടും. ഓരോ യൂണിവേഴ്സിറ്റീനെയും പോളിടെക്നിക്സിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക, ഫീസ് മനസ്സിലാക്കുക. അതുപോലെ പിന്നെ ചെയ്യാവുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കുക. IELTS അല്ലെങ്കിൽ ഏത് ഇംഗ്ലീഷ് ടെസ്റ്റാണ് എടുക്കാൻ പോകുന്നത് അതിന് പ്രിപ്പയർ ചെയ്യുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.